ഫാമിലി ഭയങ്കര പാനിക്കായി. ബിക്കോസ് അവരൊരിക്കലും ഇങ്ങനെയൊന്നും ഞാനേ പ്രതീക്ഷിച്ചില്ല. അതിനേക്കാളും എന്റെ ഫാമിലി കുറച്ചും കൂടെ എന്നെ കൊണ്ട് കൺസേൺഡ് ആവുമല്ലോ. എന്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ കൺസേൺഡ് ആയിരുന്നു. എല്ലാവരും എന്നെ വിളിച്ചു, നീ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് അറിയാം, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, ഇങ്ങനെ പറയുന്നുണ്ട്. യൂട്യൂബേഴ്സ് അത് പിടിച്ചിട്ട് വേറെ എന്തൊക്കെയോ പറയും. ബിക്കോസ് അവർക്കൊക്കെ നല്ല കാശ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത്. നല്ല രീതിയിൽ മറ്റേ കഞ്ഞി കുടിക്കാനുള്ള കാശല്ല, ബിരിയാണി കഴിക്കാനുള്ള കാശാണ് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ, അവർക്ക് നമ്മളെ കുറിച്ച് അറിവില്ലാതെ പറയുന്നതിന് അതൊക്കെ ദൈവവും അവരുമായിട്ടുള്ള. ഞാൻ കുറച്ച് സ്പിരിച്വൽ ആയിട്ടാണ് അത് കണ്ടത്. അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെ. എനിക്ക് എന്തായാലും കരിയർ ഇല്ല, എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാനത് എഫക്ട് ചെയ്യും എന്നും വിചാരിക്കുന്നില്ല. ബിക്കോസ് ഈ അടിയിലുള്ള കുറെ കമന്റ്സിലും ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓ കഴിഞ്ഞു അവളുടെ കരിയർ അങ്ങനെ ഇങ്ങനെന്നൊക്കെ. പക്ഷെ എന്റെ ഒരു വിശ്വാസത്തിൽ എന്താന്ന് അറിയോ, നമുക്കൊരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനിയിൽ ഉണ്ടെങ്കിൽ അതിന് ആര് വന്നാലും അതാർക്കും, ഇവിടത്തെ പ്രധാനമന്ത്രി ആണെങ്കിലും ഇവിടത്തെ ആരാണെന്നുണ്ടെങ്കിലും ലൈക് നോബഡി ക്യാൻ ഡു എനിത്തിങ്. ഇപ്പൊ അംബാനി ഇവിടെ വന്നിട്ട് ഓ അവന് സിനിമ ചെയ്തെന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് വേണ്ടിയിട്ട് ആ സിനിമ വിധിച്ചിട്ടുണ്ടെങ്കിൽ സംഹൗ ഇറ്റ് വിൽ കം ഇൻ ടു മൈ ഡെസ്റ്റിനി. അതാണ് എന്റെ വിശ്വാസം. അപ്പൊ എനിക്കുള്ള പ്രോജക്ട്സ് അത് എപ്പോഴും എന്റെ ഡെസ്റ്റിനിയിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാത്തത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനെ വിശ്വസിക്കുമ്പോ നമുക്കതൊരു പ്രശ്നമല്ല. ഒരു ഇഷ്യൂ കണ്ടിട്ടുണ്ടായിരുന്നോ? അതിപ്പോ എല്ലാവർക്കും ഏറെക്കുറെ അറിയുന്ന ഒരു കാര്യമാണ് ഇത്. ഇല്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്തില്ല. ഞാൻ ഇവിടെ അല്ല, ഞാൻ ലണ്ടനിലായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. കൊറേ ആയി. ഷൂട്ടിംഗ് നമ്മള് ലാസ്റ്റ് ഇയർ ആയിരുന്നു. ലാസ്റ്റ് ഇയർ അവസാനമായപ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞത്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞിട്ട് റിലീസായി. ഈ ഷൂട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോഴും തമിഴ് സിനിമ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മാസം തെലുങ്ക് സിനിമ ഉണ്ട്. എല്ലാ ദൈവം സഹായിച്ചിട്ട് എനിക്ക് എന്റെ അന്നം സിനിമ തന്നെയാണ്. അത് എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കുള്ള വഴി അത് ദൈവം തരും. അത് നമ്മൾ ജെന്യുവൻ ആയിട്ടൊരു കാര്യം പറയുമ്പോ അത് ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആരെയും മോശമായിട്ടോ അല്ലെങ്കിൽ അത് ഒരു ബാഡ് ഇന്റൻഷനോടെ ഞാൻ ഒന്നുമേ ചെയ്തിട്ടില്ല. എന്റെ ഇന്റൻഷൻ പ്രോപ്പർ ആണെങ്കിൽ എനിക്കൊരു പ്രശ്നവും വരില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ദൈവം എന്റെ കൂടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ.